എടിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം സിബിഐക്ക് വിടാൻ സർക്കാർ തീരുമാനം. വിജ്ഞാപനം ഉടനിറങ്ങും. പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കുടുംബം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. സർക്കാർ തീരുമാനം ആശ്വാസകരമെന്നും സിബിഐ കുറ്റക്കാരെ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും കുടുംബം പ്രതികരിച്ചു. ഒടുവിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ആശ്വാസം. സിബിഐ അന്വേഷണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചു. നേരത്തെ കേസ് സിബിഐക്ക് വിടണമെന്ന ആവശ്യമുയർത്തിയ യുഡിഎഫിനും ഇത് രാഷ്ട്രീയ പ്രതിബദ്ധതയുടെ തീരുമാനം. അന്വേഷണം പോലീസ് അട്ടിമറിച്ചെന്നും കേസ് കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കുടുംബം പലതവണ സർക്കാരിനെയും കോടതിയെയും സമീപിച്ചിരുന്നു. എന്നാൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യം തള്ളി. ഒടുവിൽ പി ദിവ്യയെ മാത്രം പ്രതിയാക്കി അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പോലീസ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തിനെ കേസിൽ പ്രതിയാക്കണം എന്നതടക്കമുള്ള കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് അന്വേഷണം സർക്കാർ സിബിഐക്ക് വിട്ടത്. തീരുമാനം ആശ്വാസകരമെന്നായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യയുടെ പ്രതികരണം. അന്വേഷണം നടക്കട്ടെ, ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. കുടുംബം ഉന്നയിച്ച ആവശ്യങ്ങളടക്കം സിബിഐയുടെ അന്വേഷണ പരിധിയിൽ വരണമെന്ന് സഹോദരൻ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ അന്വേഷണം ശരിയായ രീതിയിലല്ല സർക്കാരിന്റെ പോകുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കാനുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം. സർക്കാർ എക്കാലവും കുടുംബത്തിനൊപ്പമെന്ന് മന്ത്രി കെ മുരളീധരനും പ്രതികരിച്ചു. ഏത് തരത്തിൽ അന്വേഷണം നടത്തുന്നതിലും സംസ്ഥാന സർക്കാരിന് വിരോധമില്ല. കാരണം ആ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. 2024 ഒക്ടോബർ 14 കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ എടിഎം നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മീഡിയ 1 തിരുവനന്തപുരം.